ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നിലവിലുള്ള ഒട്ടനവധി സംശയങ്ങൾക്ക് മറുപടി നൽകുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. ഞാൻ കോഴഞ്ചേരിയിൽ നിന്നും എഴുതുന്നു. ഇവിടെ 10 സെൻറ്റ് സ്ഥലത്ത് ഞാനൊരു വീട് പണിതു. 6 വർഷമായി താമസിക്കുന്നു. ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. എപ്പോഴും ഭയമാണ് എന്ന് പറയുകയാണ്. ഇത് വീടിന് ദോഷമുള്ളതുകൊണ്ടാണോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയം. അതുകൊണ്ടാണ് ദേവാമൃതത്തിലേക്ക് കത്തെഴുതുന്നത്. ദയവായി മറുപടി തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് ഭാഗത്തേക്ക് നീണ്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനൊരു പ്ലോട്ടിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വാസ്തു അനുസരിച്ച് ഇത് ക്ലിയർ ചെയ്യുമ്പം ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഇവർക്ക് തീർച്ചയായും കിട്ടും. അതുപോലെ ഇതിനകത്ത് കിണർ നിൽക്കുന്നത് ഈശാനുരേഖ കട്ട് ചെയ്തിട്ടാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിഴക്കുവടക്ക് ഭാഗത്ത് കിണർ കുഴിക്കാൻ നമ്മൾ പറയുമ്പോൾ, കാരണം പലപ്പോഴും ഫോട്ടോയിൽ കണ്ട് കാണും കിഴക്കുവടക്ക് ഭാഗത്ത് ഒരു വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. അദ്ദേഹത്തിന് കണ്ണ് വരുന്ന 2 പോർഷൻ നമുക്ക് കിണർ കുഴിക്കാൻ പറ്റും. പക്ഷേ മൂക്കിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് കിഴക്കുവടക്ക് ഭാഗത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ഒരു രേഖയാണ്, അത് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ വീടിൻ്റെ കിഴക്കുവടക്ക് മൂലയും വസ്തുവിൻ്റെ കിഴക്കുടക്ക് മൂലയും നമ്മളൊരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാൻ പാടില്ല. കാരണം വെച്ചാൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. കാരണം ആ ഭാഗത്ത് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇത് താമസിക്കുന്ന ആൾക്കാർക്ക് മാനസിക പ്രയാസങ്ങളും ഹെഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരികയുള്ളൂ. അതുപോലെ സ്ഥലത്ത് ദുർദേവതാവാസം ഉള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസുകളെല്ലാം തെറ്റാണ്. കാരണം ചില ബെഡ്റൂമിൻ്റെ സൈസുകളൊക്കെ ഇനി നമ്മൾ കൂട്ടാൻ പോയാൽ ഇവർക്ക് ഒരുപാട് പൈസ മുടക്കി ഇത് കറക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ബെഡ്റൂമിൻ്റെ അകത്ത് നമുക്ക് വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും വെക്കുന്ന പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്തെടുത്താൽ ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു പരിഹാരമാവും. അതുപോലെ മകൻ്റെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളാകാം ചിലപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത ശേഷം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യിപ്പിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാറിക്കിട്ടും. മറ്റ് ദോഷങ്ങളൊന്നും വീടുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റുകളെല്ലാം ഹെഡുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഒന്ന് ഈശാൻ്റെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് ഭാഗത്തേക്ക് നീണ്ടിരിപ്പുണ്ട്. ഈ 2 കാര്യങ്ങൾക്കും പരിഹാരം ചെയ്യുക. സ്ഥലത്തിൻ്റെ ദോഷത്തിന് വേണ്ടുന്ന പരിഹാരം കൂടെ ചെയ്ത ശേഷം ഇവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും തീർച്ചയായും വരും. അതുപോലെ മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രം കറക്റ്റ് ചെയ്യാം. മുൻ അധ്യായങ്ങൾ കുറേ മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു, ചില ദിക്കുകളിലേക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുക, അല്ലെങ്കിൽ അസുഖം. അപ്പോൾ അത് ഈ ഒരു കത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അത് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞാലോ? അല്ല, ഇതിൽ നമുക്കൊരു വീടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാ ദിക്കുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിക്ക് പോലും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് നോർത്ത് ഈസ്റ്റ്, അതായത് കിഴക്കുവടക്ക് ഭാഗമുണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗമുണ്ട്. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വാസ്തുവിൻ്റെ ആയാലും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ളത് വന്നു കഴിഞ്ഞാലും ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ ജനങ്ങളെ ആയിരിക്കും അവർ ബാധിക്കുക. കാരണം വെച്ചാൽ ആ ഭാഗത്ത് വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല, അതുപോലെ അവിടെ നനവ് വരാൻ പാടില്ല. അപ്പം ഒരുപാട് നനവുകളും ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സൈഡ് എഫക്റ്റുകൾ നല്ല കാര്യമായ രീതിയിലുണ്ടാക്കും. അതേപോലെ വീടിൻ്റെ കിഴക്കുടക്ക് മൂല, കാരണം കിഴക്കുടക്ക് ഭാഗത്തുനിന്ന് ഭൂമി കറങ്ങുന്നത് തന്നെ കിഴക്കുടക്ക് ഭാഗത്തോട് ചരിഞ്ഞായതുകൊണ്ട് അവിടുന്ന് മാക്സിമം കോസ്മിക് എനർജി വീടിനകത്ത് കടന്നു വരുന്നതാണ്. അപ്പം കിഴക്കുവടക്ക് ഭാഗത്ത് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ ആയിരിക്കും കൂടുതലായിട്ട് ബാധിക്കുക. അപ്പം ഒന്നാമത്തെ വിഷയം വെച്ചാൽ കിഴക്കുടക്ക് മൂല എന്ന് പറഞ്ഞാൽ വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. അപ്പം അവിടെ വരുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനുകളും തലവേദനകളും അല്ലെ ഹെഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ കാല് വരുന്ന പോർഷനാണ്. ആ ഭാഗത്ത് വരുന്ന കംപ്ലൈൻറ്റ് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ കാൽ വാദം പോലുള്ള അസുഖങ്ങൾ, ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകും. അപ്പം ഈ 2 ദിക്കും ആണും പെണ്ണിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വീട്ടിൽ വരാതെ നമ്മൾ സൂക്ഷിക്കുക. അഥവാ എന്തെങ്കിലും കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ കറക്ഷൻസ് ചെയ്യുമ്പോൾ അത് ക്ലിയറാക്കി എടുക്കാൻ പറ്റും. ഈ വീട്ടിൽ വന്നിരിക്കുന്ന വിഷയം വെച്ചാൽ അവരുടെ സ്ഥലത്തിനും ദോഷമുണ്ട്. ചില മോശമായ സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ വാസ്തു നോക്കി വീട് വെച്ചിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ ഒരു പൂർത്തീകരണമാവില്ല. കാരണം വെച്ചാൽ
വസ്തുവിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ആ രീതിയിലേ അത് തീരുകയുള്ളൂ. കാരണം വെച്ചാൽ പണ്ട് ശവക്കോട്ടയായിട്ടിരുന്ന സ്ഥലമാണെന്ന് വെച്ചു. അപ്പം കാലക്രമേണ അതെല്ലാം അങ്ങ് പോയി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് വാസ്തു നോക്കി നമ്മൾ വീട് വെച്ചാൽ ശവക്കോട്ട എപ്പോഴും ശവക്കോട്ട തന്നെയാണ് പണ്ട് കാലത്ത്. അപ്പോൾ അത് എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ആളെ കൊണ്ട് ഇതൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കാൻ നമ്മൾ പറയുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള വെച്ചാരാധന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്ത് ദോഷങ്ങളും എന്തെങ്കിലും അതിനകത്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത ശേഷം വേണം നമ്മൾ വാസ്തു അനുസരിച്ച് ഒരു വീട് വെക്കാൻ. എനിക്ക് ഈ തന്നിരിക്കുന്ന പ്ലാനിൽ അവരുടെ വസ്തു സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും അതിന് ദോഷം അനുഭവിക്കണമെന്നില്ല. ചിലപ്പം ചില ആൾക്കാരെ ആയിരിക്കും പ്രത്യേകിച്ച് കയറി പിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ മൊത്തം ആ ഒരു പയ്യനെ കയറി ബാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അവരിന് അതിൻ്റെ അകത്തുനിന്നൊരു മോചനം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റു കാര്യങ്ങളൊന്നും വീടുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇതിന് എപ്പോൾ ഇവർ പരിഹാരം ചെയ്തു അന്നേരം തൊട്ട് അവർക്ക് അതിനൊരു ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളുടെ ദൂരീകരണവും ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണത്തിനുമൊക്കെയായി ഞങ്ങൾക്കും എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.